ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം തുടങ്ങുകയാണ്. വിഭൂതി യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ആദ്യം ഇതിൻ്റെ ചെറിയൊരു തുടക്കം പറഞ്ഞുതരാം. ഈ വിഭൂതി യോഗം എന്നാണ് 10-ാം അധ്യായത്തിൻ്റെ പേരെന്ന് പറഞ്ഞല്ലോ. വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. അപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഭഗവാന്റെ വിഭൂതിയുമായിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ഉപാസകരുടെ സൗകര്യാർത്ഥം ചില പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളെയും പ്രമുഖ വ്യക്തികളെയും ഉദാഹരണ സഹിതം തൻ്റെ വിഭൂതികളായിട്ട് പ്രകീർത്തിച്ചിരിക്കുകയാണ്. മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇത് നല്ലത് ഇത് ചീത്ത അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഉദാഹരണം പോലെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവ്വവ്യാപിയായിട്ടുള്ള പരമാത്മാവ്, സർവ്വവ്യാപിയായ പരമാത്മാവ് എന്ന നിലയാണ് ഭഗവാന്. അങ്ങനെ ശ്രീകൃഷ്ണൻ എല്ലാ നാമരൂപങ്ങളുടെയും ഉറവിടമാണെങ്കിലും പ്രാപഞ്ചികമായിട്ടുള്ള വസ്തുക്കളിലെ, പ്രപഞ്ചത്തിലെ വസ്തുക്കളിലെ ഭഗവാന്റെ സ്ഥാനം എവിടെയാണ് എന്ന് അർജുനനെ ധരിപ്പിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് പരമാത്മാവ്, എല്ലാ ജീവവർഗങ്ങളുടെയും പ്രധാന ഘടകം ഞാൻ തന്നെയാണ്, എല്ലാ വർഗങ്ങളെയും അതായിട്ട് നിലനിർത്തുന്നതും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടത് ഞാനിനി ചെയ്യുന്നില്ല യുദ്ധം എന്ന് പറഞ്ഞ് അമ്പും വില്ലും താഴെയിട്ട് വിഷണ്ണനായി നിൽക്കുന്ന അർജുനനെയാണ്. അങ്ങനെയുള്ള അർജുനനെ ഈ നില വരെ എത്തിച്ചു. ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയെ ഒരു ടീച്ചർ ഏകദേശം ഒരു പാസ് മാർക്കിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ ഫസ്റ്റ് ക്ലാസ്സിലേക്കോ എത്തിക്കുന്നത് പോലെ തന്നെ ഇവിടെ അർജുനൻ്റെ മനോവിചാരം മനസ്സിലാക്കിയിട്ട് അർജുനൻ ഇപ്പോൾ ഇതെല്ലാം കേൾക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ട് ഞാനിനി ഉപദേശിച്ചാലും അർജുനൻ അത് കേട്ടുകൊള്ളും എന്ന ഉറപ്പ് ഭഗവാന് കിട്ടി. അങ്ങനെയുള്ള ഒരു മാനസിക നില കൈവരുന്നവർക്ക് മാത്രമേ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പ്രിയമാണായ എന്നാണ്. എൻ്റെ വാക്ക് കേട്ട് സന്തുഷ്ടനായ അർജുന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു ടീച്ചർക്കും പഠിപ്പിക്കാൻ യാതൊരു ഉത്സാഹവും തോന്നില്ല. അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെങ്കിൽ ടീച്ചർ അവിടെ കിടന്ന് പറയുന്നേ ഉള്ളൂ, കുട്ടികൾ അവരുടെ വഴിക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കുട്ടിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല ടീച്ചർ പറയുന്ന അതേപോലെ തന്നെ കുട്ടി വീട്ടിൽ ചെന്ന് ചെയ്യുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, എന്നും ഒരു ഇൻട്രസ്റ്റ് വരും. നാളെയും പോകണം, മറ്റന്നാളും പോകണം, ക്ലാസ്സിന് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന്. എന്താ വെച്ചാൽ ആ താല്പര്യം, ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ടീച്ചറുടെയും കൊണ്ടൊരു കഴിവുകൊണ്ട് കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ ടീച്ചിങ് മെത്തേഡ് കൊണ്ട് അർജുനനെ, വിഷണ്ണനായിരുന്ന അർജുനൻ ഇപ്പോൾ പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമതത്വം എന്താണ്, എൻ്റെ വിഭൂതികൾ എന്താണ് എന്ന് നിനക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. കാരണം നിനക്കതിൽ ഇതെല്ലാം കേൾക്കാൻ നല്ല ഉത്സാഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ നിനക്കൊരിക്കലും ദോഷത്തിനായിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിഭൂതികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, കുറച്ച് മാത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവായിട്ടുള്ള ഞാൻ എൻ്റെ മനോബുദ്ധിയുമായിട്ട് തന്മയീഭവിക്കുമ്പോൾ ഒരു ജീവനായി മാറുന്നു. അത് ബന്ധിതനാണ്. ആ ജീവൻ
സമഷ്ടിയുടെ മനോബുദ്ധിയുമായിട്ട് കൂടിച്ചേരുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഭാവം ഉള്ള സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള ഈശ്വരനായിട്ടാണ് മാറുന്നത്. അപ്പം നമ്മൾ നോക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ലോകം അല്ലേ. നമുക്ക് സന്തോഷമുള്ളപ്പം നമുക്ക് ഈ ലോകം മനോഹരമായിട്ട് തോന്നും. നമുക്ക് സങ്കടം വന്നിരിക്കുന്ന ദുഃഖം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ലോകവും മുഴുവനായിട്ടും ദുഃഖമുള്ളതുപോലെ തോന്നും. നിദ്രയിലാണെങ്കിൽ നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾക്ക് ഈ സുഖവും മനസ്സിലാവുന്നില്ല, ദുഃഖവും മനസ്സിലാവുന്നില്ല. അപ്പം മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ലോകം. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ലോകം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോകവും സൃഷ്ടിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ മനസ്സുകൊണ്ട് അവനവൻ്റെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സമഷ്ടി മനസ്സ്, അതായത് ഈശ്വരനിൽ സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർക്കെല്ലാം അവികസിത മനസ്സാണ്. മനുഷ്യന് മാത്രം വികസിത മനസ്സാണ്. അപ്പോൾ ഇതാണ് ഈശ്വര സിദ്ധാന്തം എന്ന് പറയണത്. ഈ ഈശ്വര സിദ്ധാന്തം ഈശ്വരൻ്റെ സർവജ്ഞത്വം അല്ലെങ്കിൽ സർവവ്യാപിത്വം തെളിയിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അർജുനനിപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഭഗവാന്റെ ഓരോ ഉപദേശങ്ങളും കേൾക്കുന്നത് കൊണ്ട് സ്വയം വികാസത്തിന് എനിക്ക് സ്വയം മാറണമെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാവാതെ അപ്പോൾ സ്വയം അർജുനനെ ഒന്നുകൂടെ ഇതിലേക്ക് താല്പര്യം കൊണ്ടുവരാതെ അടുത്ത അധ്യായം പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വരൂപ ദർശനമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് അർജുനൻ്റെ മനസ്സ് ഒന്നുകൂടെ വികസിപ്പിച്ചെടുത്ത് പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള പടികൾ ഓരോന്നായിട്ട് ശ്രദ്ധാപൂർവം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു ഭക്തൻ എത്തിയപ്പം ഭക്തൻ ചോദിച്ചു അത്രേ, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്താണെന്ന്. അതൊന്ന് പറഞ്ഞു തരുമോ ഗുരു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാ ദിവസവും ഗുരുനാഥൻ്റെ അടുത്ത് എത്തുമ്പോൾ ഭക്തൻ ചോദിക്കും, അങ്ങ് ഇന്നലെ ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ, ഇന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോഴും ഗുരു പറഞ്ഞു കൊടുക്കുന്നില്ല. സമയമായിട്ടില്ല, പിന്നെ വരൂ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഗുരുവും ശിഷ്യനും കൂടിയിട്ട് ഒരു നദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഭക്തൻ സ്നാനം ചെയ്യുന്ന സമയത്ത് ഗുരു ഭക്തൻ്റെ ശിരസ് പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തി മുകളിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ശ്വാസം മുട്ടിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ പിടിച്ചു. അപ്പോൾ ശിഷ്യൻ കിടന്ന് പെടയാൻ തുടങ്ങി. കുറച്ച് നേരം അങ്ങനെ പിടിച്ചതിന് ശേഷം ഗുരു മുകളിലേക്ക് അത് ആക്കി കൊടുത്തു, തല മുകളിലേക്കാക്കി. അപ്പോൾ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, കഷ്ടം, ഞാനൊരു ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമല്ലേ അങ്ങയോട് ചോദിച്ചത്, പക്ഷെ അങ്ങെന്താണ് ഇങ്ങനെ ചെയ്തത്, വളരെ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഗുരു പറയാണ്, ഞാനിപ്പോൾ ചെയ്തത് ഒരു മഹത്തായ ഉപദേശമാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ നീ എന്തിനെ പറ്റിയിട്ടാണ് ആലോചിച്ചതോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഭക്തൻ പറഞ്ഞു, അയ്യോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ, എനിക്ക് കുറച്ച് വായു കിട്ടണേ എന്നാണ്, പ്രാണവായു കിട്ടണേ എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണോ ജലത്തിൽ നിന്ന് മേൽപോട്ട് വരുന്നത് അപ്പോൾ ശ്വാസം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ചിന്ത മാത്രമല്ലേ നിന്നിലുണ്ടായിരുന്നേ, മറ്റു വേറെ എന്തെങ്കിലും നീ ചിന്തിച്ചോ ആ സമയത്ത്? ഇല്ലല്ലോ. അപ്പോൾ ഇല്ല എന്ന് ശിഷ്യൻ മറുപടി കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സംസാര സാഗരത്തിൽ നമ്മളിങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ നിന്ന്, ഇതിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് എന്നാണോ നമ്മൾ മുക്തനാവുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങളാണ് കൂടുതൽ വരിക, സുഖങ്ങളായിരിക്കില്ല. അപ്പോൾ ആ ദുഃഖം വരുമ്പോൾ നമ്മളാകെ ഡിപ്രസ്ഡ് ആവും. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം കിട്ടണം എന്ന് തോന്നും. ഇപ്പോൾ ഈ ലോകത്തിലുള്ള ജനനം മരണം ഇത് തന്നെ നമ്മൾക്ക് ഒരു വേണ്ടായിരുന്നു എന്നൊരവസ്ഥയിലൊക്കെ എത്തും ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട്.
അപ്പോൾ അതിനെന്താണ് വഴി? ഇനി ജന്മമില്ലാതിരിക്കാല്ലേ. അപ്പോൾ ഗുരു പറയാണ്, ഞാനും ഇത് തന്നെ ചെയ്തുള്ളൂ. വെള്ളത്തിൽ മുക്കിയപ്പം നിനക്ക് പ്രാണവായുവിൻ്റെ സ്മരണയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ലല്ലോ. അതേപോലെ തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനിൽ ലയിക്കുക, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു ഇഷ്ടം, ഭഗവാനോടുള്ളൊരു സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ പരമമായിട്ടുള്ള ഒരു ആനന്ദം നിനക്ക് ലഭിക്കും. അങ്ങനെ നിനക്ക് നിൻ്റെ ലക്ഷ്യം മനസ്സിലാവും. അല്ലാതെ നമ്മളിവിടെ കിടന്ന് ഈ ലോകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം വൃഥാവിലാണ്. ഇത് മനസ്സിലാക്കി തരാം. അപ്പോൾ ഗുരുവിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ തന്നെ ശിഷ്യന് ലഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈശ്വരനെ അറിയണമെന്നും എന്താണ് ധർമ്മമെന്ന് മനസ്സിലാക്കണമെന്നും തീവ്രമായിട്ടുള്ള ഇച്ഛ നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തലത്തിലേക്ക് പെട്ടെന്ന് ഉയരാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെയും ആ തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പരമാത്മാവ് അല്ലെങ്കിൽ ജന്മരഹിതൻ, സർവലോക മഹേശ്വരൻ, സമസ്ത പ്രപഞ്ചത്തിനും ആധാരഭൂതൻ എന്നെല്ലാം നമ്മൾക്ക് ആ പരമാത്മാവിനെ വിശേഷിപ്പിക്കാം. ആ പ്രഭുവിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. മഹർഷികൾ, ദേവതകൾ, കോടിക്കണക്കിനുള്ള ചരാചര പ്രപഞ്ചം ഇതെല്ലാം ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്നലെയും പറഞ്ഞു, ഭഗവാന്റെ ഒരു നോട്ടമില്ലാതെ ഒരു പുൽക്കടി പോലും ഇവിടെ അനങ്ങുന്നില്ല ലോകത്തിൽ എന്നാണ് പറഞ്ഞത്. ഒരു ആധാരം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇത് എപ്പോൾ വേണമെങ്കിലും അല്ലേ, ഈ പ്രപഞ്ചം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം, വീണ്ടും പ്രളയം വരാം, വീണ്ടും സൃഷ്ടി തുടങ്ങാം. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു തത്വങ്ങൾ അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശ്ലോകം തുടങ്ങുന്നത് ശ്രീ ഭഗവാനാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച. ഒന്നാമത്തെ ശ്ലോകം. ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയ. മലയാളം. വീണ്ടും ഇന്നിതു ശ്രദ്ധിക്കൂ എൻ്റെ വാക്കുകൾ അർജുന, സന്തുഷ്ടനാം നിനക്കിഷ്ടം നൽകാനായിട്ടുരപ്പു ഞാൻ. മഹാബാഹോ, അല്ലയോ അർജുന, പ്രിയമാണായ, എൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ, തേ ഹിതകാമ്യയ, നിനക്ക് ശ്രേയസ്സുണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞാനിതെല്ലാം പറയുന്നത്. യത് ഭൂയഃ ഏവ അഹം വക്ഷ്യാമി, ഞാൻ ഇനിയും പറയാൻ പോകുന്ന മേ പരമം തത് വചഃ ശൃണു, എൻ്റെ പരമമായ ഈ വാക്യത്തെ അല്ലെങ്കിൽ എൻ്റെ തത്വത്തെ കേട്ടുകൊള്ളുക. അപ്പോൾ ആദ്യം പ്രിയമാണായ എന്നാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ കേട്ട് അർജുനന് ഇത്രയും നേരത്തെ ഉപദേശം കേട്ട് അർജുനന് സന്തോഷമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ട അർജുനനൊന്നുമല്ല, സന്തുഷ്ടനായ അർജുന എന്ന് വിളിക്കുകയാണ് ഇവിടെ. മാത്രമല്ല, എൻ്റെ പരമമായ തത്വത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. നേരത്തെ പറഞ്ഞ അതേപോലെ ടീച്ചർ വളരെ വൃത്തിയായിട്ട് നല്ലതായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെ ശ്രദ്ധിപ്പിച്ചുകൊണ്ട് വളരെ നന്നായി ക്ലാസ് എടുത്താൽ അവർ ശ്രദ്ധിക്കുന്ന പോലെ കുട്ടികൾക്കും ഉത്സാഹമുണ്ട് പഠിക്കാൻ. ടീച്ചർക്ക് അപ്പോൾ ഉത്സാഹം കൂടും. എന്താ വെച്ചാൽ ഓരോ വാക്കും ടീച്ചർ പറയുന്നത് എന്താണ് എന്ന് എനിക്ക് ഉൾക്കൊണ്ടാൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ പഠിപ്പിൽ വരുമെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നു. അതേപോലെ ഇവിടെ അർജുനൻ അത് മനസ്സിലാക്കാൻ തയ്യാറായിട്ടുള്ള മാനസികാവസ്ഥയിലാണെന്ന് മനസ്സിലായിട്ട് ഭഗവാൻ പറയുകയാണ്, നിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മഹാബാഹോ എന്നാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല, മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന മഹത്തായ സാധ്യതകളെ എങ്ങനെ തട്ടി ഉണർത്താം, ആധ്യാത്മികമായുള്ള ഒരു ശ്രേയസ് എങ്ങനെ കൈവരിക്കാം എന്നതിനാണ് അവിടെ ഹിതകാമ്യയ എന്ന് പറഞ്ഞത്. അങ്ങനെ അർജുനനോടുള്ള ഉപദേശം തുടരുന്നു. ഇനി രണ്ടാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഇന്ന് കുറച്ച് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം വായിക്കാനുള്ള സമയമേ ഉണ്ടായുള്ളൂ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിദ്ധമുദ്ധ
പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.